മീര വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു കേസരി ഉണ്ടാക്കി നോക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗളിൽ റവ എടുത്ത് വെച്ചിട്ടുണ്ട്, മറ്റൊരു ബൗളിൽ പഞ്ചസാര, പിന്നെ ഒരു ബൗളിൽ നെയ്യ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്, ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാല് തിളപ്പിച്ചാറ്റിയ പാലാണ്. നമുക്ക് ഒരു സോസ് പാൻ ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ പഞ്ചസാരയും ആ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളവും കൂടി ഒഴിച്ച് നല്ല പോലെ ഇളക്കി അതിനെ ഒന്ന് ആ പഞ്ചസാര തരിയില്ലാതെ നമുക്കെടുക്കാം. നല്ലപോലെ ഇളക്കിയെടുക്കണം. തരിയില്ലാതിരുന്നാൽ മതി, തരി മൊത്തം പോകണം. പിന്നെ അതിന് ശേഷം മറ്റൊരു പാൻ ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഈ എടുത്ത് വെച്ചിരിക്കുന്ന റവയും കൂടി തട്ടി ഇളക്കിയെടുക്കാം. ഇത് കറണ്ടില്ലാത്തത് കൊണ്ടാണ്, പെട്ടെന്ന് ഇവിടെ കറണ്ട് പോയത് കൊണ്ടാണ് ഇരുട്ടായത്. അതിന് ശേഷം നല്ല പോലെ നമുക്കിത് ഇളക്കി, ഒരുപാട് കരിയണ്ട, ഒന്ന് വറുത്തെടുത്താൽ മതി. നല്ല പോലെ ഒന്ന് വറുത്തെടുത്ത് നല്ലൊരു മണം വരുമല്ലോ, നല്ലൊരു മണം വരുന്നത് വരെ ഇളക്കിയെടുക്കുക. ഇത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചോണേ. നല്ലപോലെ ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ കാച്ചി വെച്ചിരിക്കുന്ന ആ പഞ്ചസാര വെള്ളം ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് ഒഴിച്ച് ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കണം. ഈ വെള്ളം മൊത്തം നല്ലപോലെ ഒന്ന് വറ്റി ഒന്ന് ഒരു കുഴമ്പ് രൂപത്തിൽ കിട്ടണം. അതിന് ശേഷം നമുക്ക് തിളപ്പിച്ചാറ്റി വെച്ചിരിക്കുന്ന ആ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കാം. നല്ലപോലെ ഇളക്കണം, അടി പിടിക്കരുത്. എന്നിട്ട് ഞാനൊരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കളറിന് വേണ്ടിയിട്ട്. ഫുഡ് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷേ ഞാനത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ട് അത് ഇവിടെ ഉപയോഗിക്കാറില്ല. നല്ലപോലെ ഇളക്കിയെടുക്കുക. തീ കുറച്ചിട്ട് വേണം ഇളക്കാൻ. നല്ലപോലെ ഇളക്കി ആ വെള്ളവും പാലും എല്ലാം ഇതിനകത്തോട്ട് ചേർന്ന് ഒരു കുഴമ്പ് രൂപത്തിൽ വരണം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നെയ്യുണ്ടല്ലോ, അത് മൊത്തത്തിലങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഇത് നെയ്യ് വേണം ഇച്ചിരി മുൻപന്തിയിൽ നിൽക്കാൻ. ഈ നെയ്യ് ഇതിനകത്ത് നല്ല പോലെ ചേർത്ത് ഇളക്കി നെയ്യ് അവസാനം പൊങ്ങി നെയ്യ് മാത്രം ഇങ്ങനെ മുമ്പിൽ നിൽക്കണം. ആ രീതിയിൽ നല്ല പോലെ ഇളക്കി എടുക്കണം. നല്ലപോലെ ഇളക്കിയെടുക്കണം. നെയ്യൊക്കെ അതാ പൊങ്ങി വന്നിട്ടുണ്ട്. നെയ്യ് കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്ക് അതിൽ തന്നെ അങ്ങ് ഇതാവും. എന്നതിന് ശേഷം നമുക്കിങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരണ പരുവാകുമ്പോഴത്തേക്ക് മറ്റൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലിച്ചിരി നെയ്യ് തടവി കൊടുത്തതിന് ശേഷം ഇത് അതിനകത്തോട്ട് നല്ല പോലെ ഈ മിശ്രിതം അതിനകത്തോട്ട് തട്ടി നമുക്ക് നിരപ്പാക്കി വയ്ക്കാം. അതിന് ശേഷം നല്ല പോലെ തണുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിനകത്തോട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കണം. നല്ല തണുത്തതിന് ശേഷം മാത്രമേ എടുക്കാവൂ, അല്ലെങ്കിൽ നല്ലൊരു ഷേപ്പിൽ കിട്ടത്തില്ല. ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാഷ്യൂ, ബദാം, മുന്തിരിങ്ങ ഇതെല്ലാം എടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഇവിടെ മുന്തിരിങ്ങ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ അത് മാത്രമേ വെച്ചിട്ടുള്ളൂ. എന്നിട്ട് തണുത്തതിന് ശേഷം ഞാനിത് വേറൊരു പ്ലേറ്റിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.